ഹലോ ഗായ്സ്, ഇത് രാത്രിയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഫുൾ നൈറ്റാണ്. ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ഇവിടെ ഒരു 11:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എങ്ങടെയൊന്നുമല്ല. ഇപ്പോൾ ഇതിവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് അലൈനിൽ ജബൽ ഹഫീത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടേക്ക് നമ്മൾ പോവാണ്. അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ സ്പെഷ്യാലിറ്റി നമ്മുടെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനമായിരിക്കും കാണാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. ഇവിടെ നിന്ന് അബുദാബിയിൽ നിന്ന് ജബൽ ഹഫീത്ത് പോകുന്ന റൂട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ വലിയ ബോറടിപ്പിക്കാതെ ഇത് അടിപൊളിയായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, इतने देर तक शूट कर रहा था, कुछ भी रिकॉर्ड में नहीं था. ഹഡ്നോക്ക് പെട്രോൾ സ്റ്റേഷനിൽ വന്നു. പിന്നെ പെട്രോൾ അടിച്ചു. ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യണം. ഒരു കോഫി മേടിച്ച് കയ്യിൽ വെക്കണം. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. 2 പേര് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അവർ കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ചായ മേടിക്കാൻ പോവുക. ചായ അല്ല, കോഫി മേടിക്കാൻ പോവുക. കോഫി മേടിച്ചിട്ട് നമ്മൾ പിന്നെ തുടരുന്നതായിരിക്കും. ഇവിടുത്തെ ഹഡ്നോക്കിൻ്റെ ഇതിനകത്തു നിന്നാണ് നമ്മൾ കോഫി മേടിക്കാൻ പോകുന്നത്. ഹായ്, നമ്മള് ജബലി അല്ല കേട്ടോ, അലൈൻ ജബൽ ഹഫീസിന്റെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ മുകളിലോട്ട് നമ്മൾ കയറാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണുമോന്ന് അറിയില്ല. ഇവിടെ നിന്ന് ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കിക്കോ. ഈ കാണുന്നതാണ് സംഭവം. അതിന്റെ മുകളിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ജബൽ ഹഫീത്ത് മുകളിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. രാത്രി ആണെങ്കിലും ഒരു ചെറിയ വ്യൂ ഒക്കെ ഉണ്ട്. എത്രത്തോളം കാണാൻ പറ്റും എന്നുള്ളത് അറിയില്ല. ബട്ട് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നിങ്ങളൊന്ന് നോക്കണം.
ജബൽ ഹഫീസിന്റെ ഓൾമോസ്റ്റ് അടുത്തെത്തിരിക്കുകയാണ്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നമ്മൾ ഇനി അങ്ങോട്ട് എത്താനുള്ളത് ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ട് നമ്മളൊരു വ്യൂ കാണാണ്. കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റും പറയണം. ഓക്കെ, ഞാൻ കാണിക്കാൻ പോവാണേ. നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ശരിക്കും ഞാനിതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, ഒന്നും വാക്കുകൾ കൊണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാണണം. നമ്മളുടെ ക്യാമറ ഭയങ്കര ലിമിറ്റഡ് ആണ്. ബട്ട് എന്നാലും ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നോക്ക്. ഇപ്പോൾ സമയം കണ്ടല്ലോ, ഈ സമയത്താണ് നമ്മൾ ഇവിടെ ഉള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോട്ടിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് മാറിയിട്ടാണ് നമ്മളൊരു വ്യൂ, അതായത് കാണാൻ പോവാണ്. നമ്മൾ നേരത്തെ കണ്ട വ്യൂസിൻ്റെ ഒരു വലിയൊരു വേർഷൻ നമ്മൾ കാണാൻ പോവാണ്. ഇതിനേക്കാളും നല്ലൊരു വ്യൂ പോയിന്റ് കൂടി ഇല്ല എന്നാണ് പറയുന്നത്. ഏറ്റവും മുകളിൽ പോയാൽ അവിടെ അത്ര നല്ലൊരു വ്യൂ അല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പ് വ്യൂ. ഇത് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കയറിയിട്ട് വേണം പോവാൻ. കണ്ടില്ലേ, ഈ സ്റ്റെപ്സ് ഒക്കെ കയറിയിട്ട് വേണം മുകളിലോട്ട് പോവാൻ. കയറിയപ്പോഴത്തേക്ക് നമ്മളൊന്ന് കിതച്ചേ. പക്ഷേ ഇവിടെ അടിപൊളി വ്യൂ ആണ്, കാണിച്ചു തരാം. ഇവിടെ അധികം അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. പലരും ടെൻറ്റ് കെട്ടാനുള്ള പരിപാടികളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തീ കായുന്നുണ്ട് കുറേ ആൾക്കാർ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ വ്യൂ ഉണ്ടല്ലോ, വ്യൂ ഇപ്പം നിങ്ങളെ കാണിക്കാവേ. ഇതാണ് ഏറ്റവും അടിപൊളി വ്യൂ. അവിടെ കുറച്ച് ചേട്ടന്മാർ ടെൻറ്റൊക്കെ കിട്ടുന്നുണ്ട്. രാവിലെ പോകാനുള്ള പരിപാടി ആയിരിക്കും. ഞാനിപ്പോൾ കാണിച്ചെന്നില്ലേ നമ്മുടെ പുറകിലുള്ളത് ഒരു ഹോട്ടലാണ്, ഹിൽട്ടൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു. ഇവിടെ രാത്രി സ്റ്റേ ഉണ്ടായിരുന്നു. ഒരു 360 ഡിഗ്രിയുള്ള ഹോട്ടലാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ കൊറോണ അതേപോലെയുള്ള സിറ്റുവേഷൻ ഇവിടെ ഈ കണ്ടത് അവിടെ വന്നു കഴിഞ്ഞാൽ രാത്രി സ്റ്റേ ചെയ്യാം, നൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ടാവും. നമ്മുടെ എന്താ പറയുക, ജബൽ ജെയ്സ് പോലെയാണ്. നല്ല ഒന്നുകൂടി ഭയങ്കരമായിട്ട് ഓർഗനൈസ്ഡാണ്. ഹോട്ടൽസൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. നമ്മളിപ്പോൾ ജബൽ ഹഫീസിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഈ ടോപ്പിലൊരു സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, നമുക്കിതിന് ടോപ്പ് സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എൻ്റെ പുറകിൽ കാണുന്നുണ്ടോ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിനകത്ത് ടോയ്ലറ്റ്, ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ, അത്യാവശ്യം തരക്കേടില്ലാത്ത ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ അവിടെ നിന്നൊരു ചായ കുടിച്ചു. കുറച്ച് വില കൂടുതലാണ്, എന്നാലും ഓക്കെ, നല്ല ഒരു ചായയായിരുന്നു അതൊക്കെ. അപ്പോൾ ഞാൻ ഈ ടോപ്പ് സ്റ്റേഷൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ നിങ്ങളെ കാണിക്കുകയാണേ. ഈ കംപ്ലീറ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓരോ ചെറിയ ചെറിയ സിറ്റിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. അവിടേക്ക് ഇരിക്കാം, ഫാമിലി ആയിട്ട് ഇരിക്കാം, വന്നിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാം. വളരെ പ്ലീസിങ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റാണ് ഇവിടെ. ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ മനസ്സിലൊന്നുമില്ല, കംപ്ലീറ്റ് ടോട്ടൽ ഫ്രീ ആണ്, മൈൻഡ് ഫ്രീ ആണ്. അങ്ങനെ ഈ സമയങ്ങളിൽ സ്ട്രെസ്സും അതേപോലെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ ഈ കൊറോണ കാലഘട്ടത്തിൽ. പലരുടെയും ജോലി പ്രശ്നങ്ങൾ, അതേപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്.
അങ്ങനെയുള്ളവരൊക്കെ ഇതേപോലത്തെ ഒരു സ്റ്റേഷനിലേക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും ഫാമിലി ആയിട്ടുള്ളവരാണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വളരെയധികം റിലാക്സ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബ്രീത്ത് എടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറവാണെങ്കിലും ആ ഫ്രഷ്നെസ് ഉണ്ടല്ലോ, എയറിൻ്റെ ഫ്രഷ്നെസ്സും ചെറിയ തണുപ്പൊക്കെ കൂടിയിട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ വളരെ ഒരു വല്ലാത്തൊരു നല്ല ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ.